വെൽക്കം ബാക്ക് ടു ലാവൻഡർ ക്ലൗഡ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോം ടൂറാണ്. അപ്പോൾ വീഡിയോ കാണിച്ച് അപ്പോൾ ഇതാണ് വീട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇങ്ങോട്ട് ഗേറ്റ് തുടങ്ങി കാണിക്കാം. ഇങ്ങോട്ട് വാ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പേര്. ഞങ്ങൾ പണിക്കശ്ശേരി എന്നാണ് വീടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ പേര് ഇവിടെ 35 കൊല്ലമായി ഈ വീട്ടിൽ താമസിക്കണം. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെയാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലേസ് ഇവിടെ പണിതിട്ടുണ്ട്. ഇതാണ് പ്ലേസ്. പിന്നെ നമ്മൾ ഇവിടെ കോഴിക്കൂടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് പോണില്ല ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോകാൻ പേടിയാണ്. ഇവിടെ 2 കോഴിക്കൂട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ പോലെ നമ്മളിവിടെ വാഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ നമ്മുടെ ജനലൊക്കെയാണ്. ഇവിടെ അച്ചാമ തുണി ഒക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ഇച്ചിരി ഒരു ഗിരിനടി പോലെ കാട് കുറിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു തുളസിത്തറയോ അങ്ങനെ എന്തൊരു തുളസിത്തറ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് നമ്മുടെ വീടിന്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ. കയറി വരുമ്പോ തന്നെ ഇവിടെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തതിന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഉള്ളിക്കൊണ്ടുവയ്ക്കാൻ മറന്നു. പിന്നെ ഇവിടെ നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പത്രം കൊണ്ട് വെക്കാറുണ്ടായിരുന്നു. ഇവിടെ മറ്റേ തുണികൾ കൊണ്ട് തുണിയല്ല തോർത്ത് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഒരു സെറ്റ് ഒരു ഇരിക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലൊക്കെ വന്നാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റണ ഒരു ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ 35 കൊല്ലമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് പെയിന്റ് അടിച്ച് കുട്ടപ്പഴ ആക്കിയേക്കാണ്. പിന്നെ ഇവിടെ ഒരു ചാരു കസേര ഉണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് കസേരയാണ്. നല്ല കംഫോർട്ടബിൾ ആണ്. എപ്പോഴും ഇരിക്കാറുണ്ട്. ഒരു മിനിറ്റ് നമ്മളിവിടെ കാണിച്ചില്ല. ഇവിടെ വന്നിട്ട് ഒരു എന്തോ ഒരു സാധനം ഉണ്ട്. എനിക്ക് പേരൊന്നും അറിയില്ല. ചേർ കസര പൊടി ചാരിക്കുന്നത് എന്തൊരു സാധനം ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സൈക്കിൾ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ 2 സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വീട്ടിന്റെ ഒരു ഇത് ഡോറ്. നമുക്കിത് തുറക്കാം. അപ്പൊ ഇവിടെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ് മക്കളെ. അപ്പൊ നമുക്ക് ലൈറ്റ് ഒക്കെ ഇടാം. ഇവിടെ ഫുൾ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ടീവിന്റെ ഇവിടെ ഒരു സ്റ്റോറേജ് പോലെ ടിവിന്റെ ഒരു ഇതുണ്ട്. ഇവിടെ നമ്മള് കൂട്ടിയേക്കാൻ കഴിയും. പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് സ്റ്റോറേജ് ആക്കിയിട്ട് ഇവിടെ 2 ട്രോഫിയും 3 ട്രോഫിയും പിന്നെ ഒരു കൃഷ്ണന് രാധയുള്ള സാധനമുണ്ട്. പിന്നെ ഇത് അതൊക്കെയുണ്ട്. ഇത് നമ്മുടെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം ഇത് നമ്മുടെ പൂജേന്റെ ഒരു ഇതാണ്. പൂജാമുറി ആണ്. ഇവിടെ ഫസ്റ്റ് ഒരു വിളക്കുണ്ട് കേട്ടോ. വിളക്കുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞ് കൃഷ്ണനുണ്ട്. പിന്നെ ഇവിടെ 2 കുഞ്ഞ് കണ്ണനുണ്ട്. പിന്നെ ഇവിടെ മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മഞ്ചാടിക്കുരു ആണ് കേട്ടോ. ഇത് പിന്നെ ഇവിടെ വന്നിട്ട് കുഞ്ഞൊരു വിളക്ക്. പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇന്ന് ചന്ദനത്തിൽ വെക്കുന്നത്. ഇവിടെ വന്നിട്ട് വേറൊരു ഇത് നമ്മുടെ ഓപ്പൺ സ്പേസ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന ഒരിതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഗുരുദേവന്റെ കുറേ
വിഷുവിന് ഒക്കെ വെക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇവിടെ ഫുള്ള് ഒരു പൂജമായി വന്നിട്ടോ കാണാം. ഇനി നമുക്ക് നേരത്തെ കംഫോർട്ട് കസേര രണ്ടെണ്ണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടിക്കാൻ. പക്ഷെ ക്യാമറമാൻ എനിക്ക് സമ്മതിക്കില്ല, അതാണ്. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് ഗൈസ്, നോക്കിട്ടോ. ഇവിടെ ആക്ച്വലി കുഷ്യൻസ് ഒക്കെ ഉണ്ടായി, അത് വെച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കാണിക്കും, ഇതാണ് ഞങ്ങൾ ചെയ്ത സ്തോത്രം. ഇങ്ങനെ ഓരോ ഇവിടെ ഒരു കുഷ്യൻ വെച്ച് തന്നെ ഉള്ള ഒരു സെറ്റ് ഉണ്ട്. ഞങ്ങളൊരു ടെന്റ് ഹൗസ് പണിഞ്ഞു ഗൈസ്. കണ്ടോ, ഇത് ആരും കേട്ടില്ല ഈ സാധനം. ഇത് എൻ്റെ അല്ല ഗൈസ്, വേറൊന്നുണ്ട്, എൻ്റെ സാധനമുണ്ട്. വാ. പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ട്, ഇവിടെ ഒരു ചെയർ ഉണ്ട്, ഒരു ബ്ലാക്ക് ചെയർ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുൾ അലങ്കോലായിട്ട് കിടക്കാനോ. ഇതാണ് എൻ്റെ ഗൈസ് ഒരു തട്ടിപ്പൊളിന് വീണിട്ടുണ്ട്. കണ്ടോ ഗൈസ്, എൻ്റെ വീടിന്റെ പേര് ലെറ്റോസ് വില്ല, ഇവളുടെ പേര് പാലക്കാട്. ഇവിടെ ഒരു കുഞ്ഞു ഊഞ്ഞാൽ സ്ഥലമുണ്ട്. താഴെ ഒരു ചില്ലിന്റെ സാധനം കിടന്നിട്ട് കാലിൽ കുത്തിക്കേറി. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു ഊഞ്ഞാൽ. ഇത് കുറെ വർഷം പഴക്കമുള്ളതാണ് ഗൈസ്. ഞാൻ കുഞ്ഞതായിരിക്കും കണ്ടു. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇട്ട സാധനമാണ് ഗൈസ് ഇത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു റൂമാണ്. അപ്പൊ ഈ റൂമിലേക്ക് കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി പണ്ട് ഞാനോ ചമയിരുന്നു ഇവിടെ കിടക്കാറുണ്ടായ. ഇപ്പൊ ഞാൻ അമ്മയും അച്ഛനും ഇവിടെ കിടക്കും. പിന്നെ ഞാനും അച്ഛനും ഇവിടെ ക്യാമറാമാനും കൂടി കിടക്കും. ഇവിടെ ഒരു കട്ടിയാണ് കണ്ടോ, ഒരു കട്ടിയുള്ള മാട്രസ്സാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ച് കണ്ടോ, നല്ല കട്ടിയുള്ള മാട്രസ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇവിടെ രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി കിട്ടി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ചെറിയ ഷൂ കളക്ഷൻ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇഷ്ടമുണ്ട്. ഇവിടെ ഞാനൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട്. ഞങ്ങൾ ഇതിൽ പുതിയൊരു അപ്ഡേറ്റും കൂടി ഞങ്ങളിപ്പോ ഗെയിംസും കൂടി ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ ലാവൻഡർ ക്ലൗഡ് എന്നുള്ള ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു ഉണ്ട്. ഇതാ ചാച്ചനും മുണ്ടും ഷർട്ടും ഞാൻ പണ്ടത്തെ ആൽബംസും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഷെൽഫാണ് ഗൈസ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു ഫൈൽസും എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. കണ്ടോ, കണ്ടോ, കാണിച്ചു കണ്ടോ, എന്തൊക്കെയോ സാധനം ഇരിപ്പുണ്ട്. നേരത്തെ ഒരു ഷെൽഫ് കാണിച്ചില്ല, അതിന്റെ അടിയിൽ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇതില് ബെഡ്ഷീറ്റ്സ് അത് ബന്ധപ്പെട്ട എന്തൊക്കെയോ സാധനങ്ങള്. ബെഡ്ഷീറ്റ്സ് ആണ് ഇതിൽ കൂടുതല്. പിന്നെ കസേരയിലും കുഷ്യനിലൊക്കെ വിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയാന്നറിയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതൊരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡിന് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങളും കൊണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്. ഡ്രോയിന്റെ 10 സാധനം പോലും കാണുന്നില്ല. എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനാണ്. നമുക്ക് എൻ്റെ ഫേവറേറ്റ് വാഷ് ബേസിൻ ഇവിടെയാണ്. എപ്പോഴും എനിക്ക് ഇവിടെ കൈ കഴുകിയാൽ സമാധാനം കിട്ടും. വേറെ എവിടേക്കും കൈ കഴുകിയാൽ സമാധാനം കിട്ടില്ല. ഇവിടെ ഞങ്ങൾ ബ്രഷും പിന്നെ ക്യാമറമാൻ്റെ എന്തൊക്കെയോ സാധനം കളക്ട് ചെയ്ത് ഹാൻഡ് വാഷിന് വെള്ളം നിറച്ച് വെച്ചത്. ഹാൻഡ് വാഷിന്റെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചതാണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. അപ്പൊ ഇനി ഇത് നമ്മുടെ ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമാണ്. അപ്പൊ നമുക്ക് ഇവിടെ പോവാം. ഇത് വന്നിട്ട് ഈ ഇടയായിട്ട് പണ്ട് അച്ഛനും അമ്മയും ഇവളും ക്യാമറമാനും മാത്രമാണ് ഇവിടെ കിടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു
സമയത്ത് ഇവിടെ ഫാൻ ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്തു അറിയോ, അച്ഛനും അമ്മയും ആ റൂമിലേക്ക് താമസം വേണ്ടി. ഇവിടെ ആരും കിടക്കില്ല, ഞങ്ങൾ വേറെ റൂം ഉണ്ടായി. അപ്പൊ ഈ ഒരു റൂമിൽ ഇപ്പൊ ഞാൻ സമ്മതിക്കില്ല അമ്മേനെ കിടത്താൻ, കാരണം അവര് ഫാൻ ഇല്ലാത്തോണ്ട് കേറി കിടന്നു വേറെ എവിടെയോ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് അച്ഛാമ്മയും ഞാനും ഈ ക്യാമറ ഗേളും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് അമ്മേന്റെ ക്ലോത്ത്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. ഇതില് എന്തൊക്കെ സാധനം, പിന്നെ ഇത് ഞങ്ങളുടെ പ്രഷ്യസ് സാധനമാണ്. അതുകൊണ്ട് ഇവിടെ കൂട്ടിയിട്ടേക്കാണ് ഗൈസ് അമ്മ. താക്കോലൊക്കെ അമ്മ ജോലിക്ക് പോകുമ്പോ കൊണ്ടുപോകും, അതുകൊണ്ട് തുറക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മേക്കപ്പ് സെറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെയിറ്റ്നർ ഉണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ സാധനം ഞങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല. അമ്മേൻ്റെ ഫേവറേറ്റ് ഒരു ക്രീം കൂടി ഉണ്ടാവും, ഞങ്ങൾക്ക് പോടാനില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ടി വി ഉണ്ട്. ഇതൊക്കെ തുടയ്ക്കണം കഴിച്ചു, കണ്ടോ ചെളിയൊക്കെ ഉണ്ടോ ഇവിടുത്തെ, ഇതൊക്കെ തുടയ്ക്കണം കഴിച്ചു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ വല്ലറ ചില്ലറ സാധനങ്ങളുണ്ട്. ഇത് ടി വി കണ്ടോ പൊടി പിടിച്ചിരിക്കും. ഇവിടെ വന്നിട്ട് ബൾബില്ല. ഇവിടെ കണ്ട ഒരു വാഷ് ബേസിൻ, എനിക്ക് ഈ വാഷ് ബേസിൻ ഒട്ടും ഇഷ്ടമല്ല, ഒരു സിലർ വാഷ് ബേസിൻ. ഇതിൻ്റെ അടിയിൽ അച്ഛനും ഷേവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ആണ് കേട്ടത്. അപ്പൊ നമുക്ക് പോവാം. ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്ന വീഡിയോസ്. ഇതാണ് എൻ്റെ ഒരു ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് കണ്ടോ ഈ അടിയിലുണ്ട് ഫുൾ ആർട്ട് സാധനങ്ങളാണ്. കുറച്ചൊക്കെ ബാഗിൽ ഇരിക്കുന്നുണ്ട്, അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്നലെ ആർട്ട് ക്ലാസ്സിന് പോയപ്പോൾ എല്ലാം എടുത്ത് വെച്ചതാണ്. കണ്ടുമ്പോൾ ചിരിപ്പ് വന്നിട്ട് പുരാതനമായ ഒരു റേഡിയോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുൾ അലങ്കോലാണ്. ഇതൊരു അലങ്കോല സാധനങ്ങളുള്ള അല്ലാതെ ചില സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീണ്ടും ബുക്സും അല്ലാതെ ചില സാധനങ്ങൾ. ഇവിടെ ഒരു കുട്ടി ഗേളുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്നിട്ട് അല്ലാതെ ചില. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു വാർഡ്രോബല്ല അൽമാര ഉണ്ട്. ഇതിൽ അച്ഛൻ്റെ ഇച്ചിരി ടീഷർട്ട്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ പാർട്ടി വെയറും ഇവിടെ എന്തൊക്കെയോ അല്ല ചിൽസാനും. ഇവിടെ ഫുൾ ഫ്രോക്സും ബാക്കി വീട്ടിലുള്ള ഡ്രസ്സുമാണ്. ഇത് പണ്ടത്തെ യൂണിഫോംസും അതും ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ അച്ചാച്ചൻ്റെ ഭക്ഷണം കഴിക്കുന്ന അച്ചാച്ച ഹായ് പറ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്പൊ അച്ചാച്ചന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇത് ഡൈനിങ് ടേബിൾ ആണ്. അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതായിരുന്നു ഞാൻ പണ്ട് പറഞ്ഞ ഞങ്ങളുടെ റൂം. ഇവിടെ ഇപ്പൊ അച്ചാച്ചൻ മാത്രമേ കിടക്കുന്നുള്ളൂ. ഇവിടെ അച്ചാച്ചനാണ് കിടക്കാറ്. ഇവിടെ ഫുൾ എന്നിട്ട് അച്ചാമ്മന്റെ സാരീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അച്ചാച്ചന് മെഡിസിൻസും അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛന് ഫോൺ, കണ്ണട, വാച്ച്, പിന്നെ എന്തോ ഒരു പോക്കറ്റ് പോലത്തെ എന്തോ സാധനം ഉണ്ട്. ഇവിടെ മെഡിസിൻസ് ഒക്കെയാണ് അച്ഛന് 4 നേരം കഴിക്കേണ്ട, 3 നേരം കഴിക്കേണ്ട മെഡിസിൻസ് ആണ് ഇവിടെ ഒരു ബോക്സ്. ഓക്കെ, പിന്നെ ഇവിടെ ഇൻസുലിൻസ് ഉണ്ട് അച്ഛന് കുത്തി വെക്കാൻ വേണ്ടി. കിച്ചണാണ്. അച്ഛാമ്മേൻ്റെ വർക്കിംഗ് സ്പേസ് ആണ് ഫുള്ളും. ഇവിടെ പ്ലേറ്റ്സും കപ്സും എല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്ലാസ്കും, പിന്നെ ഇവിടെ വൈനും എന്തോ സ്ക്വാഡും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇപ്പൊ നമ്മൾ അച്ഛാമ്മയുടെ വർക്ക് ചെയ്യുന്ന അച്ഛാമ്മ ഹായ് പറ ഞങ്ങളുടെ യൂട്യൂബേഴ്സിനോട്. ഇവിടെ കുക്കിംഗ് ഏരിയ ആണ്. ഇത് ഗ്യാസ് അടുപ്പ്, PGന്റെ ആണ് ഗ്യാസ് അടുപ്പ്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ. എനിക്ക് ഇവിടുത്തെ വാഷ് ബേസിൻ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞത്. എനിക്ക് ആകെ ഇഷ്ടമുള്ള വാഷ് ബേസിൻ ആ മറ്റേ അവിടുത്തെ വാഷ് ബേസിൻ ഈ സാധനമാണ്. പിന്നെ ഇവിടെ ഒരു
വെള്ളം വെച്ച സാധനമുണ്ട്. ഇത് വെള്ളമുണ്ട് ഗൈസ്, ഇച്ചിരി വെള്ളമുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ലഞ്ച് ബോക്സ്, കാസ്ട്രോൾസ്, അങ്ങനെ മിക്സീസ്, ഇങ്ങനെ സ്റ്റോറേജ് ബോക്സ്, അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. പിന്നെ ഇത് മറ്റേ എന്താ പറയുന്നത്, എന്തൊരു സാധനമുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജാണ്, സാംസങ്ങിന്റെ ഫ്രിഡ്ജാണ്. സാംസങ്ങിന്റെ ഫോൺ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് സവാള, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, അത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഇതിലും ഇത്രയും നിറച്ചിട്ടുള്ളൂ, ബാക്കി വെജിറ്റബിൾസ്. ഇത് ഫ്രീസറാണെങ്കിൽ മീനും ആൻഡും കണ്ടത്തെ സാധനങ്ങളും ഒക്കെ ഇട്ടുണ്ട്. പിന്നെ ഇവിടെ ഐസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഐസ് ഉണ്ട്. ഫ്രിഡ്ജുണ്ട്. ഈ ഫ്രിഡ്ജില് ഓരോ മിഠായികള് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തോ, ഇത് നിങ്ങൾ വിചാരിക്കണുള്ളൂ ഇതൊന്നും ഐസ്ക്രീം അല്ല. എല്ലാവരും വീട്ടിലും കാണും. ഐസ്ക്രീമിന്റെ പെട്ടീൻ്റെ ഉള്ളില് ഫുൾ എന്തൊക്കെ സാധനങ്ങൾ. അച്ഛമ്മ ചീത്ത പറയുടെ അച്ഛമ്മ പറയുന്നു ഇതൊന്നും തുറക്കല്ലേ ഇത്. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ സ്നാക്സ് ഐറ്റംസ് ആണുള്ളത്. ഇവിടെ ഫുൾ ഞങ്ങളുടെ സ്നാക്സ് ഐറ്റംസ് ആണ്. എല്ലാം മേടിച്ചു വയ്ക്കും, പക്ഷെ തിന്നൂല, വെറുതെ കളയും. ഓക്കെ, അപ്പൊ തുണികൾ സാധനം. പിന്നെ ഇവിടെ പാത്രങ്ങളാണുള്ളത്. ഇത് വാഷിംഗ് മെഷീനാണ് ഗൈസ്. വാഷിംഗ് മെഷീൻ ഉണ്ട്. തിരക്കുമ്പോ വല്ലാത്ത സൗണ്ടാണ്, കൊല്ലം കളിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ എന്തോ എനിക്ക് ഇഷ്ടമില്ല പീസ്. പിന്നെ ഇവിടെ കുറെ പാത്രങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് വന്നിട്ട് ഓക്കെ, ഇതിന്റെ ഉള്ളില് ഡിറ്റർജന്റ്, അങ്ങനെ ലൈസോൾ, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. സോപ്പും ഉണ്ട്. പിന്നെ ഇവിടെ കലങ്ങളാണുള്ളത്. ഇതാണ് നമ്മുടെ വീട്. പിന്നെ മുകളിലും കൂടി ഉണ്ട്. മുകളിൽ എനിക്ക് പോവാൻ പേടിയുണ്ട്, വീട്ടിലേക്കൊന്നും പോവില്ല. നമ്മൾ ഒരു ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങനെ സ്റ്റോറേജ് പ്ലേസ് അങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ ലാവൻഡർ ക്ലൗഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ലാവൻഡർ ക്ലൗഡിന്റെ വക